ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിമീസ് നാടൻ കിച്ചൻ. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് പെസഹ അപ്പം അല്ലെങ്കിൽ ഇൻട്രി അപ്പവും പാലും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് പച്ചരിയാണ് കേട്ടോ വേണ്ടത്. ഇത് 5 മണിക്കൂർ കുതിർത്തതിന് ശേഷം നന്നായിട്ട് കഴുകിയതാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്, അതും അതുപോലെ തന്നെ കുതിർത്തിട്ട് നന്നായിട്ട് കഴുകിയതാണ്. പിന്നെ വേണ്ടത് 1 കപ്പ് തേങ്ങ, 8 ചെറിയുള്ളി, 2 വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ജീരകം. ആദ്യമേ ഇത്രയും സാധനങ്ങൾ നമുക്കൊന്ന് ഒതുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇത് വെള്ളം ഒഴിക്കാതെ ഒന്ന് ചതച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പം തേങ്ങ, വെളുത്തുള്ളി, ജീരകം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെറിയ തരിയോട് കൂടിയിട്ടാണ് ഒന്ന് ചതച്ചെടുത്തേക്കണം. വെള്ളം ഒട്ടും ഒഴിച്ചിട്ടില്ല കേട്ടോ, വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിച്ച് അരയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ തേങ്ങയൊക്കെ നന്നായിട്ടങ്ങ് അരിഞ്ഞു പോകും കേട്ടോ. ഈ മിക്സിയുടെ വലിയ ബൗൾ എടുത്തിട്ട് അരിയും ഉഴുന്നും കൂടെ നല്ലതുപോലെ അരച്ചെടുക്കാം. ഉഴുന്ന്, കുറച്ച് ഉപ്പ്, 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. ഇത് നല്ല ഫൈനായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന ആ തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ, അത് മുഴുവനോടെ ചേർക്കാം. ഇതിലേക്ക് അങ്ങോട്ട് യോജിപ്പിക്കാം കേട്ടോ. ഇതേപോലെ കേട്ടോ ആക്കിയേക്കുന്നത്. അപ്പം നല്ലപോലെ അതൊന്ന് മിക്സ് ചെയ്തേക്കാം. പിന്നെ ഇതിൽ മധുരമൊന്നും ചേർക്കത്തൊന്നുമില്ല, ഉപ്പ് മാത്രം ചേർത്തിട്ടാട്ടോ. അപ്പോൾ ഉപ്പൊന്നും ഒരുപാട് അങ്ങ് ഇടല്ലേ കേട്ടോ. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ഉപ്പൊക്കെ അധികം. പിന്നെ ഇത് പുളിപ്പിക്കത്തുമില്ല. ഇത് നമ്മൾ ഇങ്ങനെ അരച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അങ്ങ് ഉണ്ടാക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തരിയുണ്ട്. അപ്പോൾ തേങ്ങ ചേർത്തിരിക്കുന്നതുകൊണ്ട്, തരിയോടുകൂടി തേങ്ങ ആയതുകൊണ്ട് ഇതിനകത്ത് തരിയുണ്ട്. പക്ഷേ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിലാട്ടോ. ഇനി ഇത് നമുക്കൊരു മോൾഡിലേക്ക് മാറ്റാം. അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഒരു കേക്ക് മോൾഡാട്ടോ. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചോറുണ്ടുന്ന സ്റ്റീലിൻ്റെ പ്ലേറ്റില്ലേ, അതെടുത്താലും മതി കേട്ടോ. ഒരു കുഴിയുള്ള പാത്രം ആയിരിക്കണം എന്നേ ഉള്ളൂ. പിന്നെ ഇത് പൊങ്ങിയൊന്നും വരത്തൊന്നുമില്ല, പുളിപ്പിച്ചിട്ടില്ലല്ലോ, അപ്പോൾ ഇത് പൊങ്ങത്തില്ല ഇത്. എന്നിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് തടവി കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് ഞാൻ എല്ലാ വശത്തും ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ഈ മാവ് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിക്കാം. ഇനി അപ്പം പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ മൂടി അങ്ങോട്ട് മാറ്റാം. അതിലേക്ക് ഒരു തട്ടിറക്കി വെക്കാം. ഈ ഒഴിച്ച് വെച്ചേക്കണ മാവിറക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നേരത്തേക്ക് ഇത് പുഴുങ്ങാൻ വെക്കാം കേട്ടോ. 20 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പപ്പടക്കമ്പിയോ എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് കുത്തി നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് പുഴുങ്ങിയെടുക്കാനായിട്ട്. ഈ ഇൻട്രിയപ്പം ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ നടുക്ക് കുരിശ് വെക്കുമല്ലോ. അപ്പം അത് നമ്മൾ കുരുത്തോല വെച്ചിട്ടാണ് ആ കുരിശ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെപ്പോഴാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു 5 മിനിറ്റ് ഞാൻ ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പറഞ്ഞില്ലേ, 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കാണ് ആ കുരിശിൻ്റെ ഇതുപോലെ ആ കുരുത്തോല കട്ട് ചെയ്തിട്ട് നടുക്ക് വെക്കേണ്ടത് കേട്ടോ. എനിക്കത് കിട്ടാൻ വഴിയില്ല, അതുകൊണ്ടാട്ടോ ഞാൻ കാണിക്കാത്തത്. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനൊരു പപ്പടക്കോല് വെച്ചിട്ട് കുത്തി നോക്കണേ കേട്ടോ. അപ്പോൾ ഇത് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതിൽ നിന്ന് എടുത്ത് മാറ്റി ഇത് ആറിക്കഴിഞ്ഞതിന് ശേഷം ഇതിൽ നിന്ന് അങ്ങോട്ട് ഇതൊന്ന് ചെറുതായിട്ട് ചൂടാറിയതിന് ശേഷം ഇതിൽ നമുക്ക് വിടിയിച്ചെടുക്കാം കേട്ടോ. പാല് അല്ലെങ്കിൽ കുറുക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1.25 കപ്പ് രണ്ടാം പാല്, 1/4 കപ്പ് ഒന്നാം പാല്, ശർക്കര 1 കപ്പോ 1.25 കപ്പോ ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ മധുരത്തിനനുസരിച്ച് എടുക്കാം. ഇവിടെ അച്ച് പോലത്തെ ശർക്കരയില്ല, അതാണെങ്കിൽ ഒരു 3 എടുത്താൽ മതി കേട്ടോ. ഒരു നുള്ളു ജീരകം, 4 ഏലയ്ക്ക. ഇത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഇത് അപ്പത്തിൻ്റെ പൊടിയാണ്.
അപ്പം ഇത് നമ്മൾ കുറുക്കുണ്ടാക്കുമ്പോഴത്തേക്ക് അതൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാട്ടോ ഈ അരിപ്പൊടി എടുക്കുന്നത്. അപ്പോൾ ഈ അരിപ്പൊടിയിലേക്ക് രണ്ടാം പാലിൽ നിന്ന് കുറച്ച് പാലെടുത്തിട്ട് നമുക്ക് നല്ല ഇത് ലൂസാക്കിയിട്ടൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം ഇത് നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് പാൽ ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുത്താൽ മതി. ഇനി ഇതോടെ മാറ്റി വെച്ചേക്കാം കേട്ടോ. ഈ ശർക്കര ഒന്ന് അലിയിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ശർക്കരയ്ക്കകത്ത് അഴുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ ആദ്യമേ നമുക്കിത് അലിയിച്ചിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. ഞാൻ ഏകദേശം ഒരു കാൽക്കപ്പൊന്നുമില്ല, അത്ര അതിനും കുറവ് വെള്ളം കേട്ടോ ഒഴിച്ചേക്കുന്നത്. ഇത് നല്ലപോലെ അലിഞ്ഞിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒരു അരിപ്പയിൽ കൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഇതേപോലെ നല്ല ലൂസായിട്ടുണ്ട് കേട്ടോ. ഇത് വീണ്ടും ഞാൻ ആ നേരത്തെ പാത്രത്തിലേക്ക് തന്നെ ഒഴിക്കണേ കേട്ടോ. പാത്രം നന്നായിട്ട് കഴുകിയതിന് ശേഷമാട്ടോ ഒഴിക്കുന്നത്. അരിച്ചെടുത്ത ശർക്കരപ്പാനി ഒന്നും കൂടെ ചൂടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചൂടായപ്പോഴത്തേക്ക് ഇത് ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് രണ്ടാം പാല് ഒഴിക്കാം. ഇത് ചേർത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടാം പാല് ചേർത്തതിന് ശേഷം ഈ ശർക്കരപ്പാനി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരിപ്പൊടി കലക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് ചേർക്കാം. അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ഒഴിക്കുക കേട്ടോ. ഇത് കൈ എടുക്കാതെ ഇളക്കിയിട്ട് ഒന്ന് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. ഇത് കുറച്ച് സമയം ഇങ്ങനെ കിടന്ന് തിളയ്ക്കണം കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ അരിപ്പൊടി ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് വെന്ത് വരണമല്ലോ. അപ്പോൾ ഒരു കുറച്ച് സമയം ഇതുപോലെ ഇങ്ങനെ കൈ എടുക്കാതെ ഇളക്കി തന്നെ ആ അരിപ്പൊടിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. മാവ് ഇങ്ങനെ ചൂടാകും തോറും അതിങ്ങനെ കുറുകി വരുന്നുണ്ട് കേട്ടോ. മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളുപ്പ് ചേർക്കാം. ഇത് നന്നായി തിളച്ചതിന് ശേഷം ഇത് ഫ്ലെയിം ഒന്ന് നന്നായിട്ടൊന്ന് കുറയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതിന് ചെറിയ തീയിലിട്ടിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഈ അരിമാവ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ചേർക്കാം. ഒരു 1/4 കപ്പാണ് ചേർത്തിട്ട് അതൊന്ന് യോജിപ്പിക്കാം. ഏലക്കയും ജീരകവും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും ചേർക്കാം. ഇതങ്ങോട്ടേക്ക് യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ പാല് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലതായിട്ട് ഇപ്പോൾ ഈ ഒരു പരുവമാണ് കേട്ടോ. ഇത് ഉണ്ടോ? ഇത് ചൂടാറും തോറും ഇതിങ്ങനെ കട്ടയായിക്കൊണ്ടേയിരിക്കും കേട്ടോ. നമ്മുടെ അപ്പം ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അപ്പം പോലെ അത്ര നല്ല സോഫ്റ്റ് ഒന്നും ആയിരിക്കത്തില്ല. ഇത് കുറച്ച് ഹാർഡായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. കുറുക്കും അല്ല, ഇതേപോലെ ഇപ്പം ചൂടാറിയപ്പോൾ നല്ലൊരു കട്ടിയായിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇൻട്രിയപ്പം എന്നും പെസഹ അപ്പം എന്നും പറയും. അതുപോലെ ഇത് പാല് അല്ലെങ്കിൽ കുറുക്ക് അത് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.